നിങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, ലോകപ്രകാരം എന്തുള്ളതല്ല, നിങ്ങൾ ദൈവത്തിലാണോ, ദൈവവഴിയിലാണോ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. സെഫന്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായമാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. ബൈബിളിലെ ചെറിയ പ്രവാചന പുസ്തകത്തിലെ ഒരു പുസ്തകമാണ് സെഫന്യാവിൻ്റെ പുസ്തകം. ഇങ്ങനെയുള്ള ചെറിയ പുസ്തകത്തിൽ നിന്നുള്ള ചിന്തകളും ദൂതുകളുമൊക്കെ വളരെ കുറച്ച് നിലയിൽ മാത്രമേ നാം ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ. ബൈബിളിൻ്റെ വ്യാഖ്യാനങ്ങൾ മറ്റു നിലയിലൊക്കെ വ്യാഖ്യാനിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടത് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യം തന്നെയാണ്. സത്യത്തിൽ ഈ കാലഘട്ടത്തിലെ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ പ്രവചന പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പ്രവചന പുസ്തകങ്ങൾ ഏറിയ പങ്കും ഉള്ള ദൂതുകൾ ദൈവത്തിൻ്റെ കോപമാണ്. ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്ന ഭാഗങ്ങളാണ് ഏറെക്കുറെ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷിക്കുന്നതിനപ്പുറത്ത് ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് പ്രവചന പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷിക്കുന്ന, സഹായിക്കുന്ന ഒരു ദൈവത്തെ മാത്രം ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ ദൈവം രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ഭയപ്പെടണം എന്നുള്ള ദൈവത്തെക്കുറിച്ചുള്ള, അവിടുത്തെ ആളത്വത്തെക്കുറിച്ചുള്ള ഒരു മനോബോധം കൂടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. മറ്റേത് കാലഘട്ടത്തെക്കാളും അധാർമികതയും പാപ അനുഭവങ്ങളുമൊക്കെ വല്ലാതെ പെരുകി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും പ്രവചന പുസ്തകത്തിലെ ദഹിപ്പിക്കുന്ന, ന്യായം വിധിക്കുന്ന ദൈവത്തെ എടുത്ത് ഉയർത്തി പറയേണ്ട കാലഘട്ടം തന്നെയാണെന്നാണ് സത്യം. ഈ സെഫന്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന് 1-ാം അധ്യായം വായിക്കുന്ന ഏതൊരാൾക്കും വളരെ ഹൃദയത്തിൻ്റെ മേഖലകളെ ഭയപ്പെടുത്തുന്ന ദൂതുകളെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവിടുത്തെ ഒരു വരിയിൽ പോലും ഒരാശ്വാസമോ ഒരാത്മചൈതന്യമോ വായിച്ച് ഗ്രഹിപ്പാൻ കഴിയാത്ത വിധത്തിൽ അതിൽ ഓരോ വരികളും ദൈവത്തിൻ്റെ മുഖവശമില്ലാത്ത ശിക്ഷയുടെ കാഠിന്യം തന്നെ മറക്കുന്നവരോടുണ്ട്, നിശ്ചയമായിട്ടും ഉണ്ടെന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രവചിക്കുന്ന കാലഘട്ടം യോശിയാവിൻ്റെ കാലഘട്ടത്തോട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം നല്ലൊരു ദൈവഭക്തനായ ഒരു രാജാവായിരുന്നു. പിതാക്കന്മാരുടെ വഴിയിൽ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ ദേശത്തിലെ ബിംബങ്ങളെയും പ്രതിഷ്ഠകളെല്ലാം നശിപ്പിച്ച് സത്യാരാധന, ദൈവാരാധന ദേശത്ത് ഉയർത്തിയെടുത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജാവാണ്. ആലയത്തിൻ്റെ നവീകരണങ്ങൾ, ആലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ, ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ, ആലയത്തോട് ബന്ധപ്പെട്ടുള്ള മറ്റ് ആരാധന ക്രമീകരണങ്ങൾ, പുരോഹിതന്മാർ, രായസക്കാർ, അങ്ങനെയുള്ള കീർത്തനങ്ങൾ, അങ്ങനെയുള്ള യാഗങ്ങൾ എല്ലാത്തിനെയും മടക്കി കൊണ്ടുവന്ന് ദേശത്ത് വലിയൊരു ആരാധനയുടെ തുടക്കം കുറിച്ച ദൈവത്തെ ഭയപ്പെട്ട മനുഷ്യനാണ് യോശിയാവ്. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെ വല്ലാത്ത അധാർമികത പ്രവർത്തിച്ച ഒരു കൂട്ടം ജനത്തോട് ദൈവം നിശ്ചയമായിട്ടും ന്യായം വിധിക്കുമെന്നുള്ള വളരെ ഭയാനകമായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവരോട്, ദൈവത്തിൻ്റെ വഴിയിൽ നേരോടെ മടക്കുന്നവർക്ക്, ദൈവത്തെ മാത്രം ശരണമാക്കുന്നവർക്ക് ദൈവം എല്ലായ്പ്പോഴും അനുഗ്രഹത്തിൻ്റെ ദാതാവും സ്നേഹത്തിൻ്റെ ഉടയവനും ആവശ്യങ്ങളിൽ അടുത്ത തുണയുമായി നിൽക്കുമെന്നുള്ള യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വഴികളെ മറക്കുന്നവരെ ദൈവം ഒരു നാളും വെറുതെ വിടില്ല, ശിക്ഷിക്കുമെന്നുള്ള കാര്യം കൂടെ ഇവിടിനകത്ത് വായിപ്പാനായിട്ട് കഴിയും. ഈ ഭാഗത്തിനകത്ത് കുറേ ദിവസങ്ങളെ പറ്റി പറയുന്നുണ്ട്. ക്രോധ ദിവസം, കഠിന ദിവസം, സങ്കടമുള്ള ദിവസം, കഷ്ട ദിവസം, അങ്ങനെ ഒരുപാട് ദിവസങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ യഹോവയുടെ യാഗസത്യയെപ്പറ്റി പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നാം ഒന്നുകൂടി ആത്മാവിൽ പഠിച്ചാൽ ഇതൊരു പ്രവചനമാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആത്മാവിൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാണ്. ശിക്ഷാവിധിയെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ തന്നെ ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു, അവരുടെ ചെയ്തികൾ, പ്രവൃത്തികൾ ദൈവത്തിന് അറുപ്പും വെറുപ്പുമാണ്, ശിക്ഷിക്കും എന്ന് പറയുമ്പോൾ തന്നെ യഹോവയുടെ യാഗസത്യയെപ്പറ്റി പറയുമ്പോൾ അത് വരാൻ പോകുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തെയും കുറിച്ച് നമുക്ക് ചേർത്ത് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ക്രോധ ദിവസം, കഷ്ട ദിവസം, യഹോവയുടെ ദിവസം, അങ്ങനെയുള്ള ദിവസത്തെ പറ്റിയും കൂടെ നാം പഠിക്കുമ്പോൾ വരാൻ പോകുന്ന
കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ ദിവസങ്ങളെയും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നു. പ്രവചനങ്ങൾ അങ്ങനെയാണല്ലോ. നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് 4000-5000 വർഷങ്ങൾക്കപ്പുറത്ത് യെശയ്യാവ് പ്രവചിച്ചതാണ് കർത്താവിൽ നിറവേറിയത്. അങ്ങനെയെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ ഏറിയ പങ്കും നമ്മോടുകൂടെ പുതിയ നിയമസഭയെയും കൂടെ ഉൾപ്പെടുത്തി യേശുവിൻ്റെ സന്ദേശം ഉൾപ്പെടുത്തി യേശുവിൻ്റെ ജീവിതം, മടങ്ങിവരവ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ ഉയർപ്പ്, വരാൻ പോകുന്ന ഉയർപ്പിൻ്റെ ദിനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രവചനങ്ങൾ എന്ന പോലെ സെബന്യാവിലും യഹോവയുടെ യാഗസത്യ, യഹോവയുടെ കഠിന ദിവസം എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതും വരാൻ പോകുന്ന ഉയർപ്പിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ദൈവത്തിൻ്റെ അന്ത്യ കാഹള നാദത്തിൻ്റെ അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ ദിവസങ്ങളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഒരു വിഷയങ്ങളുള്ളത്, നിങ്ങളുടെ പൊന്നും വെള്ളിയും നിങ്ങളെ രക്ഷിക്കത്തില്ല, ഈ വാക്യത്തിലുള്ളതാണ്. അപ്പോൾ അപ്പോസ്തലനായ ശിഷ്യന്മാർ പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഇല്ല, ഞങ്ങൾ നസറേയനായ യേശുവിനെ നിങ്ങൾക്ക് തരികയാണ്, മുടന്തനായ മനുഷ്യൻ യേശുവിനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സെബന്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ എന്തെല്ലാം, നിങ്ങൾക്ക് ബലമുണ്ട്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, നിങ്ങൾക്ക് പൊന്നുണ്ട്, നിങ്ങൾക്ക് വെള്ളിയുണ്ട്, പക്ഷെ നിങ്ങൾ ദൈവത്തിന് വഴിയിലല്ല. അപ്പോൾ അവിടെയാണ് ഏറ്റവും പ്രസ്താവ്യമായ കാര്യം, ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രസ്താവ്യമായ കാര്യം നിങ്ങൾക്ക് എന്തുണ്ട് എന്നുള്ളതല്ല, ലോകപ്രകാരം എന്തുള്ളതല്ല, നിങ്ങൾ ദൈവത്തിലാണോ, ദൈവവഴിയിലാണോ എന്നുള്ളതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ വരികൾ നമ്മളെ ഭയപ്പെടുത്തുമെങ്കിലും നമുക്കും ഈ പ്രവാസകാലം ഭയത്തോടെ പോകുവാൻ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം മാത്രമല്ല, ശിക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു ബോധ്യം കൂടെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കുന്നു.